ശബരിമല സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുമായി നിർണായകമായ ആ വാർത്ത നൽകിയത് ജന്മഭൂമിയാണ്. ഒപ്പം മലയാള മനോരമയും അത് ആ ഒരു ആംഗിൾ അല്ലെങ്കിൽ പോലും വീണ്ടും അറസ്റ്റ്, അതായത് ഇന്നലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. പക്ഷേ വമ്പന്മാരെയും പൂട്ടണം, ഹൈക്കോടതിയുടെ ഒരു ചെറിയൊരു സെമി ലീഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ വാർത്തയിൽ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിലും വൻ തോക്കുകളുടെ പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം, അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിലും വൻ തോക്കുകളുടെ പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയന്ത്രിച്ച ഉന്നതരിലേക്ക് അന്വേഷണം നീളണം. 4-6 പ്രതികളായ എസ് ജയശ്രീ, എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ഈ നിർണായകമായ നിരീക്ഷണം. ശബരിമലയിലെ അമൂല്യമായ സ്വർണം വിഴുങ്ങാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകൾ ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്ന ചില ഉന്നതരുടെ പങ്കില്ലാതെ നടക്കില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് തന്നെയാണ് തുടക്കം മുതൽ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്ന അന്നു മുതൽ ടീം ജനവും ഭക്തരും ഹൈന്ദവ സംഘടനകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനിടെയാണ് എ പത്മകുമാറിൻ്റെ അടുത്ത് നമ്മൾ പ്രതികരണത്തിന് പോയപ്പോൾ പറഞ്ഞത്, ദൈവതുല്യരായ ആളുകൾ തെറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദൈവതുല്യർ ആരൊക്കെയാണ്? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ വമ്പൻ തോക്കുകൾ ആരൊക്കെയാണ്? പോറ്റിക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യമായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പത്മകുമാറിന് സന്നിധാനത്ത് അനുവദിച്ച ഔദ്യോഗിക റൂമിലായിരുന്നു പോറ്റി താമസിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, 2 റൂം എക്സ്ട്രാ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക റൂമിൽ വരെ ഇത്ര സ്വൈര്യവിഹാരം നടത്താൻ മാത്രം എന്ത് സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ എന്ത് അധികാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചതെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വരി ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിലും വൻ തോക്കുകളുടെ പങ്ക് കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്ന്. അതോടൊപ്പം തന്നെ ഇന്ന് 2 പ്രധാനപ്പെട്ട ജാമ്യ ഹർജി കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തുന്നുണ്ട്. എൻ വാസുവിൻ്റെയും ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഞങ്ങളുടെ ഹൈക്കോടതി കറസ്പോണ്ടന്റ് രേഷ്മ വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ആദ്യം എനിക്ക് ഒപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയേണ്ടത്, ഈ അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ തന്നെ അന്വേഷണം ശരിയായ ദിശയിലാണ്, അതിലൊന്നും സംശയമില്ല ബഹുമാനപ്പെട്ട കോടതിക്ക്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടേ? ഈ ദൈവതുല്യർ ആരൊക്കെയാണ്? വമ്പൻ തോക്കുകൾ ആരൊക്കെയാണ്? അവരിലേക്ക് അന്വേഷണം വൈകുന്നൊരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിലേക്ക് അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ? അതെ, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. വൻ സ്രാവുകൾ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണത്തിലേക്ക് കടക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസത്തെ ഇടക്കാല ഉത്തരവിലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറത്തുവിട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, അതിനിടയിൽ തന്നെയാണ് ഈ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് 2 പ്രതികൾ മുരാരി ബാബു അതോടൊപ്പം തന്നെ എൻ വാസുവും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. മുരാരി ബാബു ഹർജി നൽകി എന്നാണ് വിവരം. എൻ വാസു ഉടൻ തന്നെ ഇന്ന് തന്നെ ഹർജി നൽകാനായിട്ടുള്ള നീക്കങ്ങളും ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. വിജിലൻസ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് വിശദമായിട്ട് തന്നെ ഇതിന് പിന്നിലുള്ള ആസൂത്രകരെ, ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ ഒക്കെ തന്നെ പിടികൂടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പ്രതികളെ ജാമ്യത്തിൽ വിടുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമായി മാറില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണത്തെ സ്വാധീനിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു അനിവാര്യതയില്ല. അത് മാത്രമല്ല, അന്വേഷണം ഏകദേശം പൂർത്തിയാകാറായി. അതുകൊണ്ട് തന്നെ കുറ്റക്കാരല്ല തങ്ങൾ. അതുകൊണ്ട് തങ്ങളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരിക്കും ഇരു പ്രതികളും മുന്നോട്ട് വെക്കുക. മുരാരി ബാബു എന്ന് പറയുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. എൻ വാസു എന്ന് പറയുന്നത് മുൻ കമ്മീഷണറും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്. ഈ എൻ വാസുവിനും മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഇരുവരും ആശയവിനിമയം നന്നായിട്ട് നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു സ്വാധീനം ഉണ്ടായത്
ഈ മുരാരി ബാബുവുമായിട്ടും അതോടൊപ്പം തന്നെ എൻ വാസുവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നേരത്തെ തന്നെ SIT സംഘം കണ്ടെത്തിയതാണ്. എന്തായാലും SIT സംഘത്തോട് പ്രാഥമിക ഘട്ടത്തിൽ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ആവശ്യപ്പെടും. അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇരുവരുടെയും കൃത്യം സംബന്ധിച്ചുള്ള പങ്കാളിത്തം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളായിരിക്കും ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക. എന്തായാലും ഈ മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരു പ്രതികളും കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും ആ ഹർജിയിൽ പ്രധാനമായിട്ടും വാദമായിട്ട് ഉന്നയിക്കുക കുറ്റക്കാരല്ല, അത് മാത്രമല്ല അന്വേഷണത്തെ സ്വാധീനിക്കില്ല, ഏത് വിധത്തിലുള്ള കണ്ടീഷൻസ് അതായത് ഉപാധികളും തങ്ങൾ അനുസരിക്കാമെന്നുള്ള നിലയിലായിരിക്കും. എന്തായാലും നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ജയശ്രീയുടെ അതോടൊപ്പം തന്നെ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളിയ സമയത്ത് ഹൈക്കോടതി പറഞ്ഞ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രതികൾ ഒന്നും തന്നെ മുൻകൂർ ജാമ്യം അർഹിക്കുന്നില്ല. അതായത് പ്രതികൾക്ക് പരിഗണന കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും പക്ഷേ അത്തരം ഒരു ആരോഗ്യ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തി മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. അതിനർത്ഥം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതികൾ മുൻകൂർ ജാമ്യമാണെങ്കിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോഴാണെങ്കിലും വിശദമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ തുടർ നടപടി ഹൈക്കോടതി സ്വീകരിക്കുന്നുള്ളൂ. അത് മാത്രമല്ല ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ആ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുള്ളത് സുതാര്യമായിട്ടുള്ള അന്വേഷണം അത് ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അയ്യപ്പ ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനായിട്ടുള്ള ബാധ്യത ഹൈക്കോടതിക്കുണ്ട്, അതായത് കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായാലും ഇന്ന് മുരാരി ബാബുവിന്റെയും എൻ വാസുവിന്റെയും ജാമ്യാപേക്ഷകൾ വരുന്ന സമയത്ത് ഹൈക്കോടതി അതിൽ ഏത് നിലപാടെടുക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. ശ്യാം. യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത് തന്നെയാണ്, ഈ ദൈവതുല്യരായി പത്മകുമാർ കണ്ട ആളുകൾ ആരൊക്കെയാണ്, അവരിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം പോകാത്തത്? കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് ചോദ്യം ചെയ്യും എന്ന രീതിയിലേക്ക് സുപ്രധാന ചില വെളിപ്പെടുത്തലുകളും കൃത്യമായി തന്നെ പത്മകുമാറിൻ്റെ ചില മൊഴികളുമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ വൈകുകയാണോ എന്നൊരു സംശയം ഭക്തർക്കുണ്ട്, ഹൈന്ദവ സംഘടനകൾക്കുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഉത്തരം നൽകേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ ഈ മണിക്കൂറിലെ അപ്ഡേറ്റ്.